ഇന്ന് എൻ്റെ ചെറുകിഴങ്ങിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ. ഇതാണ് ചെറുകിഴങ്ങ്. നമുക്ക് വിത്തെടുക്കാൻ വേണ്ടി വള്ളിയെല്ലാം ഉണങ്ങിപ്പോയതിന് ശേഷമാണ് നമ്മൾ പറിക്കുന്നത്. നമുക്കൊന്ന് പറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, കിഴങ്ങുകൾ വലിയ കിഴങ്ങാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല വിളവാട്ടോ നമുക്കിന്ന്. ഒറ്റ മൂടാണ്. അപ്പം ഇതാണ് നമ്മൾ ഒരു മൂട് ചെറുകിഴങ്ങ് പറിച്ചതാണ്. ഒരെണ്ണത്തിനൊക്കെ കള കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെറുകിഴങ്ങൊക്കെ വളരെ വലുതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചെറുകിഴങ്ങ്. കയറിപ്പോകാൻ ഇത് കണ്ടില്ലേ, ഞാൻ ഈ തെങ്ങിൽ നിന്ന് മഹാഗണിയിലേക്ക് ഒരു വള്ളി കെട്ടിയിട്ടാണ് പോയത്. ഇതിപ്പം അങ്ങനെ കയറിപ്പോകാനൊരു വള്ളി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മതി. പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ടാത്ത ഒരു കൃഷിയാണ് ചെറുകിഴങ്ങ്. അപ്പം ഇതാണ് ഒരു മൂട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ. ഏകദേശം 5 കിലോയോളം ഉണ്ട്. നല്ല വലിപ്പമുള്ള കിഴങ്ങുകളാണ്. ഒരൊറ്റ എണ്ണം നമുക്ക് ചെറിയ കിഴങ്ങൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വില കിട്ടും. പക്ഷേ ഇത് നമ്മളിപ്പം വിത്തിനായിട്ട് വെക്കുവാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് ചെയ്താൽ മതി. കുറച്ച് വിത്ത് ഏതെങ്കിലുമൊക്കെ കർഷകർക്ക് നടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിത്ത് തരാം. നല്ല മുഴുത്ത കിഴങ്ങ്. പക്ഷേ ഞാൻ ആദ്യം എനിക്ക് വിത്ത് കിട്ടില്ല. ഞാൻ ഇത്ര ഒരു വിത്താണ് ഞാൻ നട്ടത്. കണ്ടില്ലേ, എൻ്റെ ഒരു വിരലിൻ്റെ വണ്ണം പോലും ഇല്ലാത്ത ഒരു വിത്താണ് ഈ വള്ളിയിൽ കൂടെ നട്ടത്. അതിൽ നിന്ന് കിട്ടിയ വലിപ്പമുള്ള കിഴങ്ങുകളാണ്. അപ്പം നടുന്ന വസ്തുവിൻ്റെ വിത്തിന് വലിയ വലിപ്പമൊന്നും വേണമെന്നില്ല. ഏറ്റവും ചെറിയ വിത്താണെങ്കിലും നമുക്ക് ഒരിത്തിരി ചാണാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വമ്പൻ വിളവ് കിട്ടും കേട്ടോ. ഇന്ന് കുറേ പറിക്കാനുണ്ട്. ഏതാണ്ട് എല്ലാം പറിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് 100 കിലോയ്ക്ക് മുകളിൽ നമുക്ക് കിട്ടും. ഇവിടെയും പറമ്പിൻ്റെ പല ഭാഗത്തും നമ്മളിങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ചെറുകിഴങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചെറുകിഴങ്ങിൻ്റെ വിത്ത് കുറച്ച് പേർക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ്. നമ്പർ ഇടുന്നുണ്ട്, വിളിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.